Good morning, dear students. In this video, we will be discussing about integrals of vector functions. So, integrals of vector functions, and remember, we know what is a vector function. Vector functions are functions of the form r of t equal to f of t I cap plus g of t j cap plus h of t k cap. So, ഇങ്ങനെ വരുന്ന ഫംഗ്ഷൻസിന്റെ ഇന്റിഗ്രേഷൻ എങ്ങനെ ചെയ്യുന്നതാണ് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുക. Okay, suppose a differentiable vector function r bar of t equal to f of t I cap plus g of t j cap plus h of t k cap is an antiderivative of a vector function r of t equal to f of t I cap plus g of t j cap plus h of t k cap on an interval I. So, in this statement, ഈ സ്റ്റേറ്റ്മെന്റ് എന്താണ് പറയുന്നത്? അതായത് ആർ ഓഫ് ടി ആർ ബാർ ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി ഐ ക്യാപ് പ്ലസ് ജി ഓഫ് ടി ജെ ക്യാപ് പ്ലസ് എച്ച് ഓഫ് ടി കെ ക്യാപ്. ഇതൊരു വെക്ടർ ആണ്. ട്രിവിയലി വി ക്യാൻ സീ ദാറ്റ് ഹിയർ വി ആർ ഹാവിങ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്. ഈ മൂന്ന് ടേംസ് ഉള്ളതുകൊണ്ട് വി ക്യാൻ സേ ദിസ് എ വെക്ടർ. ആർ ഓഫ് ടി, that is small r bar of t, is also a vector. Okay, so here first we are considering capital R bar of t, which is an antiderivative of small r bar of t. So, what is the meaning of antiderivative of function? നമുക്കറിയാം ആർ ബാർ ഓഫ് ടി, ക്യാപിറ്റൽ ആർ ബാർ ഓഫ് ടി സ്മോൾ ആർ ബാർ ടിയുടെ ആൻറ്റി ഡെറിവേറ്റീവ് ആവണമെങ്കിൽ ഡി ബൈ ഡി ടി ഓഫ് ആർ ബാർ ഓഫ് ടി ഈസ് ഈക്വൽ ടു ആർ ബാർ ഓഫ് ടി ആണെങ്കിൽ വി ക്യാൻ സേ ആർ ബാർ ഓഫ് ടി ഈസ് ആൻറ്റി ഡെറിവേറ്റീവ് ഓഫ് ആർ ഓഫ് ടി, സ്മോൾ ആർ ബാർ ഓഫ് ടി. In the same way, we can say that small r bar of t is a derivative of capital R bar of t. So we are very familiar with these terms. So ഈ ഒരു ഇക്വേഷനെ തന്നെ കുറച്ചുകൂടെ ക്യാപിറ്റൽ ആർ ബാർ ഓഫ് ടിയും സ്മോൾ ആർ ബാർ ഓഫ് ടിയുടെയും വാല്യൂസ് പുട്ട് ചെയ്യുമ്പോൾ വി ഗെറ്റ് ഡി ബൈ ഡി ടി ഓഫ് എഫ് ഓഫ് ടി ഐ ക്യാപ് പ്ലസ് ജി ഓഫ് ടി ജെ ക്യാപ് പ്ലസ് എച്ച് ഓഫ് ടി കെ ക്യാപ് is equal to small f of t I cap plus g of t j cap plus h of t k cap. So from this equation we can see that here also we are having a vector. On the left side we have a vector. On the right side also we are having a vector. രണ്ട് സൈഡിൽ we can see that both the vectors are equal. Okay, two vectors are equal എന്ന് പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? Their corresponding ഐ ക്യാപ്പിന്റെ കൊഫീഷ്യൻസ് ഈക്വൽ ആയിരിക്കും, ജെ ക്യാപ്പിന്റെ കൊഫീഷ്യൻസ് ഈക്വൽ ആയിരിക്കും, കെ ക്യാപ്പിന്റെയും കൊഫീഷ്യൻസ് ഈക്വൽ ആണ് ഓൺ ബോത്ത് സൈഡ്സ്. സോ വി ക്യാൻ സീ ദാറ്റ്. So if we are comparing the coefficients of I cap, J cap, K cap, we get the coefficient of I cap are equal on both sides എന്ന് പറയുമ്പോൾ d by dt of f of t is equal to f of t. The coefficients of j cap are equal on both sides എന്ന് പറയുമ്പോൾ d by dt of g of t is equal to small g of t, and d by dt of h of t is equal to small h of t. Hence, the real functions capital F of t, g of t, and h of t are antiderivatives of the real function small f of t, g of t, and h of t respectively. Okay. So, we are about to define integration of a vector function. Okay, നമുക്ക് ഓൾറെഡി ഡിഫറൻസിയേഷൻ എന്താണെന്നറിയാം. സോ ഡെറിവേറ്റീവിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് തന്നെ ആൻറ്റി ഡെറിവേറ്റീവ്, വി നോ ദാറ്റ് ഡെറിവേറ്റീവിൻ്റെ കൺസെപ്റ്റ് യൂസ് ചെയ്ത് നമ്മൾ ആൻറ്റി ഡെറിവേറ്റീവ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ ആൻറ്റി ഡെറിവേറ്റീവ് എന്ന് പറയുന്ന കാര്യം തന്നെയാണ് നമ്മുടെ ഇൻറ്റഗ്രേഷൻ ഓഫ് എ ഫംഗ്ഷൻ. ഓക്കെ, സോ we get hence every antiderivative of r of I has a form r plus c. So നമുക്ക് അറിയാവുന്ന കാര്യമാണ് d by dt of f of t equal to small f of t ആണെങ്കിൽ ഇതിൻ്റെ കൂടെ ക്യാപിറ്റൽ എഫ് ഓഫ് ടിയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് കൂടെ ആഡ് ചെയ്യാമെങ്കിലും ഇതിൻ്റെ ഡെറിവേറ്റീവ് എഫ് ഓഫ് ടി തന്നെയായിരിക്കും. ഇതേപോലെ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ജി ഓഫ് ടിയുടെ ഡെറിവേറ്റീവ് സ്മോൾ ജി ഓഫ് ടി ആണ്. അതേപോലെ തന്നെ ജി ഓഫ് ടിയുടെ കൂടെ ക്യാപിറ്റൽ ജി ഓഫ് ടിയുടെ കൂടെ ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ദ ഡെറിവേറ്റീവ് ആസ് സ്മോൾ ജി ഓഫ് ടി. ഓക്കെ, സോ ഈ എഫ് ഓഫ് ടി, ജി ഓഫ് ടി ആൻഡ് എച്ച് ഓഫ് ടിയുടെ ആൻറ്റി ഡെറിവേറ്റീവ്സ് ആർ capital F of t plus C1, capital G of t plus C2, and capital H of t plus C3 respectively. These are the antiderivatives of small f of t, small g of t, and small h of t. So this antiderivative is known as the
indefinite integral of R. Okay, the integration antiderivative is the other term for indefinite integral. The set of all antiderivatives of R bar on I is the indefinite integral of R bar on I. So ഈ ഇവിടെ ടെക്സ്റ്റിൻ്റെ അകത്ത് ബോൾഡിൽ കൊടുത്തേക്കുന്ന എല്ലാം R bar ആണ്. They are all vectors. And ബോൾഡിൽ കൊടുക്കാത്ത ഫങ്ഷൻസ് എല്ലാം തന്നെ നമ്മുടെ ഓർഡിനറി റിയൽ ഫങ്ഷൻസ് ആണ്. Now we have the definition of the indefinite integral of R with respect to R. Okay, the indefinite integral of R bar with respect to t is a set of all antiderivatives of R bar denoted by integral R bar of t dt. If capital R bar is the antiderivative, then integral of R bar of t dt equal to capital R bar of t plus a constant c. So നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു കാര്യമാണ്. We already defined what is derivative. So ഈ antiderivative is itself our indefinite integral. So we can denote integral R bar of t dt is equal to capital R bar of t plus some constant function, that is capital C. So if the components of R bar of t equal to f of t I cap plus g of t j cap plus h of t k cap are integrable over closed interval a b, then so is small r bar, and the definite integral of R bar from a to b is integral over a to b R bar of t equal to integral over a to b f of t dt I cap plus integral a to b g of t dt j cap plus integral a to b h of t dt k cap. So we have defined indefinite and definite integral of a vector function. Indefinite എന്ന് പറയുമ്പോൾ നമുക്ക് ഡയറക്റ്റ്ലി ഇൻ്റഗ്രൽ ആർ ബാർ ഓഫ് ടി ക്യാപിറ്റൽ ആർ ഓഫ് ടി പ്ലസ് സി എന്ന് എഴുതാം. ആൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ആണെങ്കിൽ അതിൻ്റെ നമ്മുടെ ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്ന ഫങ്ഷൻസിൻ്റെ ഓരോ ഓരോ കോമ്പണൻസിൻ്റെയും നമ്മൾ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഫൈൻഡ് ചെയ്യും, ഇവാലുവേറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ. ഇറ്റ്സ് വെരി സിമ്പിൾ. നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന പോലെ തന്നെയാണ് ഇൻറ്റിഗ്രേഷൻ ചെയ്യുന്നത്. ഒരു വെക്റ്റർ ഫംഗ്ഷൻ്റെ ഡിഫറൻസിയേഷൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സാധാരണ നമ്മളൊരു വെക്റ്റർ ഫംഗ്ഷൻസ് എ ഐ ക്യാപ് പ്ലസ് ബി ജെ ക്യാപ് പ്ലസ് സി കെ ക്യാപ് ആണെങ്കിൽ അതിൻ്റെ ഡിഫറൻസിയേഷൻ എന്ന് പറയുമ്പോൾ ഇൻഡിവിജ്വലായിട്ട് ഓരോ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻസ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക ഇൻറ്റു ഐ ക്യാപ് പ്ലസ് ഫസ്റ്റ് യു വിൽ ബി കൺസിഡറിങ് ദ ഡെറിവേറ്റീവ് ഓഫ് ദ കോമ്പണൻറ്റ് ഓഫ് ഐ ക്യാപ്. You will differentiate it into I cap plus you will be differentiating component of j cap, differentiating it and then into j cap plus again component of k cap in the component name നമ്മൾ differentiate ചെയ്ത് multiply ചെയ്യുക k cap. That is our differentiation. So in the same way here also we are having integration. So now we are having some properties of the definite integral of vector function. So first property is for number one, the constant scalar multiple rule. Constant scalar multiple rule എന്ന് പറയുമ്പോൾ suppose if we are having r bar of t is a vector function and k into r bar of t dt. ഇതിൻ്റെ integration integral a to b k r bar of t dt is equal to k is a constant. We can take k outside, k into integral a to b r bar of t dt. Second, the sum and difference rule, that is integral a to b r1 bar of t plus or minus r2 bar of t dt is equal to integral a to b r1 bar of t dt plus or minus integral a to b r2 bar of t dt. Third is the constant vector multiple rule, that is integral a to b constant vector multiple rule is integral a to b c dot r bar of t dt equal to c dot integral a to b r bar of t dt. So here ഈ ഒരു ഇക്വേഷൻ്റെ അർത്ഥം എന്താന്ന് പറഞ്ഞാൽ നമ്മൾ കോൺസ്റ്റന്റ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഐ ക്യാപ് ഇറ്റ് ഈസ് ബേസിക്കലി എ വെക്ടർ ആൻഡ് ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആയിരിക്കും. ദാറ്റ് ഈസ് എ കോൺസ്റ്റന്റ് വെക്ടർ. So constant vector
ഡോട്ട് ആർ ബാർ ഓഫ് ടി ഡി ടി എന്ന് പറയുമ്പോൾ ആർ ബാർ ഓഫ് ടി എന്ന് പറയുന്നൊരു വെക്റ്റർ ഫംഗ്ഷൻ തന്നിരിക്കും. ആൻഡ് ഇന്റഗ്രൽ സി എന്ന് പറയുന്ന വെക്റ്റർ സിയും വെക്റ്റർ ആറും ദേ ആർ ടു വെക്ടേഴ്സ്. സോ സി ഡോട്ട് വെക്റ്റർ ആർ, അതായത് വെക്റ്റർ സി ഡോട്ട് വെക്റ്റർ ആറിന്റെ ഇന്റിഗ്രേഷൻ എങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുന്നതാണ്. സോ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? ഇഫ് സി is a constant vector, we can take c outside, then dot product, then integral over a to b r bar of t dt. So in the same way, integral a to b c cross r bar of t dt ആണെങ്കിൽ c vector c നെ പുറത്തെടുക്കാം, cross integral a to b r bar of t dt. So now let us do some problems in integration of vector functions. So our first problem is evaluate the integral minus pi by 4 to pi by 4 sin t I cap plus 1 plus cos t j cap plus 6 square t k cap dt. So we are going to evaluate this integral. So we have to integrate this. And the integration നമുക്കറിയാം, this is ഇവിടെ നമുക്ക് ലിമിറ്റ്സ് പ്രോപ്പർ ആയിട്ട് അറിയാം, മൈനസ് പൈ ബൈ 4 to pi by 4. So this is an example of a definite integral. So integral minus pi by 4 to pi by 4, and we are having this function sin t I cap plus 1 plus cos t j cap plus 6 square t k cap dt. ഇതിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഡിഫറൻസിയേഷൻ ചെയ്യുന്ന പോലെ തന്നെ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻസ് സെപ്പറേറ്റ് ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ഓക്കെ, സോ ഇൻറ്റഗ്രൽ മൈനസ് പൈ ബൈ 4 to pi by 4 sin t dt എന്ന് പറയുമ്പോൾ ദ ഇൻറ്റഗ്രേഷൻ ഇസ് മൈനസ് കോസ് ടി ആൻഡ് ലിമിറ്റ് ഇസ് ഫ്രം മൈനസ് പൈ ബൈ 4 to pi by 4. Integral of 1 plus cos t dt എന്ന് പറയുമ്പോൾ t plus sin t, limit from minus pi by 4 to pi by 4. Integral of sec square is tan t minus pi by 4 to pi by 4. We are having the upper limit minus lower limit. So when you are putting the upper limit t equal to pi by 4, we get my cos pi by 4 എന്താണ് 1 by root 2. So minus 1 by root 2, minus of minus, അപ്പോൾ plus ആവും. What is cos of minus pi by 4? That is again 1 by root 2. I cap plus here we are going to first put the upper limit. The upper limit put t equal to pi by 4. So pi by 4 എന്ന് കിട്ടും. Plus sin pi by 4 എന്താണ് 1 by 2, 1 by root 2 ആണ്, minus minus pi by 4 minus sin of minus pi by 4. Sin of minus pi by 4 എന്ന് പറയുമ്പം minus of sin pi by 4 and minus of sin pi by 4 is minus 1 by root 2. So you get minus 1 by root 2 j cap plus tan pi by 4 minus tan minus pi by 4. അതായത് tan pi by 4 എന്ന് പറയുമ്പോൾ 1 ഉം minus of tan minus pi by 4 എന്ന് പറയുമ്പോൾ minus of minus 1 k cap. അപ്പോൾ ഇതെല്ലാം നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം when you simplifying the coefficient of I cap, we get pi plus 2 by root 2. സോറി ഐയുടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 0 ഐ ക്യാപ്പ് എന്ന് കിട്ടും. ജെയുടെ കൊഫീഷ്യൻ സിംപ്ലിഫൈ ചെയ്യുമ്പം പൈ പ്ലസ് 2 റൂട്ട് 2 ബൈ 2 എന്ന് കിട്ടും. കെയുടെ കൊഫീഷ്യൻ്റ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ യു ഗെറ്റ് 2 ജെ കെ പ്ലസ് 2 കെ ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, സോ ഇൻ ദിസ് വേ വി ആർ ഗോയിങ് ടു ഇൻറ്റിഗ്രേറ്റ് വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ. So next we are going to solve the following initial value problem. അതായത് ഒരു ഫസ്റ്റ് ഓർഡർ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിരിക്കും. യു വിൽ ബി ഗിവൻ എ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആൻഡ് ആൻ ഇനീഷ്യൽ കണ്ടീഷൻ. സോ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആകുമ്പോൾ ഒരു ഇനീഷ്യൽ കണ്ടീഷൻ ആയിരിക്കും തന്നിരിക്കുന്നത്. ഇഫ് വി ആർ ഗിവൻ എ സെക്കൻഡ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, യു വിൽ ബി ഗിവൻ 2 ഇനീഷ്യൽ കണ്ടീഷൻസ്. ഒരു ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇനീഷ്യൽ വാല്യൂ പ്രോബ്ലം എന്ന് പറയുമ്പം a differential equation with some initial conditions will be given, and by using the initial condition you have to find the solution of the differential equation.
So this is a first degree differential equation, right? So first degree differential equation is solve ചെയ്യാനായിട്ട് you'll be given only one initial condition. So in your syllabus also, so presently you are having only first order linear differential equation. Now the given differential equation, you are given a differential equation d r bar by dt is equal to minus t I cap minus t j cap minus t k cap. And an initial condition, that is r bar of 0 is equal to I cap plus 2j cap plus 3k cap. We have to solve this. So the given, we know that we are going to do integration. കാരണം ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യാനായിട്ട് സിമ്പിൾ ആയിട്ടുള്ള ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണെങ്കിൽ അതിനെ ഡയറക്റ്റ് ഇൻറ്റിഗ്രേറ്റ് ചെയ്താൽ മതി. So the given differential equation is d r bar by dt is equal to minus t I cap minus t j cap minus t k cap. Now ഇവിടെ ഈ ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമുക്ക് ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണം. സോ ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും? We will integrate this equation completely. So integrating both sides of the above differential equation, ഈ ഡി ആർ ബൈ ഡി ടി ഇൻറ്റിഗ്രേറ്റ് ചെയ്ത് നമുക്ക് കിട്ടും ആർ ബാർ ഓഫ് ടി എന്ന് കിട്ടും. രണ്ട് സൈഡിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക. ദിസ് ഇസ് എ ഡിഫറൻസിയേഷനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആർ ബാർ ഓഫ് ടി കിട്ടും. വിത്ത് റെസ്പെക്ട് ടു ഡി ടി ആണ് ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുന്നത്. So when you are differentiating this with respect to dt, we get r bar of t. Okay, let me ഇതൊന്ന് കുറച്ചൊന്ന് എഴുതി കാണിക്കാം how we are getting this. Suppose if you are having dr by dt, okay, dr by dt തന്നിട്ടുണ്ട്. We have to differentiate it എന്ന് പറയുമ്പോൾ sorry, we are going to integrate it. So ഇതിനെ നമ്മൾ integrate ചെയ്താൽ എന്ത് വരും? If we are integrating that, we are getting dr bar by dt, okay, and r bar എന്ന് പറയുമ്പോൾ this is in terms of t. So with respect to t, we will be integrating it. So you can see that either again cancel out. So this is equal to integral d r bar by dt. Okay. So integral dr bar by dt എന്ന് പറയുമ്പോൾ എന്താണ് the value r bar of okay. So ഇവിടെ നമുക്ക് അങ്ങനെയാണ് കിട്ടുന്നത്. നമ്മുടെ here we are getting dr by dt എന്ന് പറയുമ്പോൾ ഇന്റഗ്രേറ്റ് രണ്ട് സൈഡിൽ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ടി ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിൽ നമ്മൾ അതേപോലെ തന്നെ എഴുതുന്നു ഇന്റഗ്രൽ മൈനസ് ടി ഐ ക്യാപ് മൈനസ് ടി ജെ ക്യാപ് മൈനസ് ടി കെ ക്യാപ് ഡി ടി. സോ നമ്മളതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ മുന്നേ ഉള്ള ആ ഒരു വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പം കറസ്പോണ്ടിങ് കോമ്പണൻസ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യും. ഇൻറ്റഗ്രൽ മൈനസ് ടി ഡി ടി ഐ ക്യാപ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് ടി ഡി ടി ജെ ക്യാപ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് ടി ഡി ടി കെ ക്യാപ്. അപ്പം വി നോ ദാറ്റ് ദിസ് ഈസ് ആൻ ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രൽ. ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രൽ നമ്മൾ ഡെഫിനറ്റ് ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് അപ്പർ ലിമിറ്റ് ലോവർ ലിമിറ്റ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദിസ് ഈസ് ആൻ ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രൽ. ഇൻഡെഫിനറ്റ് ഇൻറ്റഗ്രൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഓൾവേസ് വി പുട്ട് എ കോൺസ്റ്റന്റ് ഓൾസോ പ്ലസ് സി വൺ. സോ വി നോ മൈനസ് ടിയുടെ ഇൻറ്റിഗ്രേഷൻ എന്ന് പറയുമ്പോൾ മൈനസ് ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി വൺ ഐ ക്യാപ് പ്ലസ് മൈനസ് ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി ടു ജെ ക്യാപ് മൈനസ് ടി സ്ക്വയർ ബൈ ടു പ്ലസ് സി ത്രീ കെ. സോ ഇതൊന്ന് കംപ്ലീറ്റ് നമ്മളൊന്ന് ആദ്യം നമ്മുടെ ഫസ്റ്റ് ടേംസ് എല്ലാം ഒരുമിച്ച് എഴുതുവാണെങ്കിൽ we are writing the first terms together, we get minus t square by 2 I cap minus t square by 2 j cap minus t square by 2 k cap. ഈ മൂന്ന് ടേംസ് ഒരുമിച്ച് എഴുതുക പ്ലസ് കോൺസ്റ്റന്റ് സി വൺ ഐ ക്യാപ് പ്ലസ് സി ടു ജെ ക്യാപ് പ്ലസ് സി ത്രീ കെ ക്യാപ് അതിനെ ക്യാപിറ്റൽ സി ആയിട്ട് എഴുതുക. സോ വി ആർ ഗെറ്റിംഗ് ദ വാല്യൂ ഓഫ് ഇതെന്താണ്? ദിസ് ഈസ് അവർ ആർ ബാർ ഓഫ് ടി ആണ് ഈ വാല്യൂ. ഓക്കെ. സോ നമ്മൾ ഈ ആർ ബാർ, നമ്മുടെ മോട്ടീവ് എന്താണ്? ആ ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്ത് നമുക്ക് ആർ ബാർ ഓഫ് ടി ഫൈൻഡ് ചെയ്യണം. സോ വി ആർ ഗെറ്റിംഗ് ആൻ ആർ ബാർ ഓഫ് ടി. പക്ഷേ ഈ സൊല്യൂഷൻ കംപ്ലീറ്റ് അല്ല. കാരണം എന്താ? നമുക്കൊരു കോൺസ്റ്റന്റ് വരുന്നുണ്ട്. കോൺസ്റ്റന്റ് കൂടെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുക. ആ കോൺസ്റ്റന്റ് എന്താണെന്ന് ഫൈൻഡ് ചെയ്യാൻ പറ്റിയാലും നമ്മുടെ വാല്യൂ കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ ഈ കോൺസ്റ്റന്റ് ഫൈൻഡ് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇനീഷ്യൽ കണ്ടീഷൻസ് തന്നിരിക്കുന്നത്. So to evaluate the right value of capital C bar, we have to use the initial condition. R bar of 0 is equal to I cap plus 2 J cap plus 3 K cap. So question already തന്നിരിക്കുന്നത്
ഇനീഷ്യൽ കണ്ടീഷൻ യൂസ് ചെയ്ത് നമ്മൾ ക്യാപിറ്റൽ സി ബാറോട് ഫൈൻഡ് ചെയ്യുമ്പോൾ നമ്മുടെ വാല്യൂ കംപ്ലീറ്റ് ആവും. സോ വി നോ ആർ, ഇനി നമ്മുടെ ദിസ് ഇസ് ആർ ഓഫ് ടി എന്ന് പറയുമ്പോൾ ഇതാണ്. അപ്പോൾ ആർ ബാർ ഓഫ് ടി എന്ന് പറയുമ്പം ഈ ഇക്വേഷൻ, ആർ ബാർ ഓഫ് സീറോ എന്താന്ന്, ടിക്ക് സീറോ പുട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആർ ബാർ ഓഫ് സീറോ ഈക്വൽ ടു, ഇവിടെ ടിക്ക് സീറോ അല്ലേ, അപ്പോൾ സീറോ പ്ലസ് ആർ ബാർ ഓഫ് സീറോ ഇസ് ഈക്വൽ ടു നമുക്കറിയാം 1 പ്ലസ് ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ് ആണ്, വിച്ച് ഇംപ്ലൈസ് 0 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് പ്ലസ് സി. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി സി ഇസ് ഈക്വൽ ടു ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ്. സോ സിയുടെ വാല്യൂ നമുക്ക് കിട്ടി ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ്. ഈ വാല്യൂ നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു മൈനസ് ടി സ്ക്വയർ ബൈ 2 ഐ ക്യാപ് പ്ലസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് പ്ലസ് ഐ ക്യാപ് പ്ലസ് 2 ജെ ക്യാപ് പ്ലസ് 3 കെ ക്യാപ്. ഇനി നമ്മൾ ഐ ക്യാപ് ജെ ക്യാപ് കെ ക്യാപ്പിൻ്റെ കൊഫീഷ്യൻസ് മാച്ച് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, കൊഫീഷ്യൻസ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടി 1 മൈനസ് ടി സ്ക്വയർ ബൈ 2 ഐ ക്യാപ് പ്ലസ് 2 മൈനസ് ടി സ്ക്വയർ ബൈ 2 ജെ ക്യാപ് പ്ലസ് 3 മൈനസ് ടി സ്ക്വയർ ബൈ 2 കെ ക്യാപ്. So this is our solution of our differential equation. Now we are having our next problem. The velocity of a particle moving in space is dr bar by dt is equal to cos t I cap minus sin t j cap plus k cap. Find the particle position as a function of t if r bar of equal to 2 I cap plus k cap when t is equal to 0. So velocity of a particle is given. Okay, velocity നമുക്ക് ഒരു velocity of a particle ഇങ്ങനെ തന്നിരിക്കുന്നത്, velocity of a particle is equal to dr bar by dt, and find the particle's position as a function of t. So we have to find the particle's position as a function of t if r bar of t is equal to I cap plus k cap when t equal to 0. ഇത് സെയിം കൺസെപ്റ്റ് ആണ്. അതായത് നമുക്ക് ഡി ആർ ബൈ ഡി ടി ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്, ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ തന്നിട്ടുണ്ട്. നമുക്കറിയാം വെലോസിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്, വാട്ട് ഈസ് ദ വെലോസിറ്റി ഓഫ് എ പാർട്ടിക്കിൾ മൂവിങ് ഇൻ സ്പേസ്. വെലോസിറ്റി എന്ന് പറയുമ്പോൾ എപ്പോഴും ഫസ്റ്റ് ഡെറിവേറ്റീവ് ആണ്. സോ ഡി ആർ ബൈ ഡി ടി ആണ് നമ്മുടെ വെലോസിറ്റി, തന്നിരിക്കുന്ന വെലോസിറ്റി. ആൻഡ് പാർട്ടിക്കിൾ പൊസിഷൻ, വാട്ട് ഈസ് പൊസിഷൻ വെക്ടർ നമ്മൾ എപ്പോഴും ഡിനോട്ട് ചെയ്യുന്നത് എന്താണ്, ആർ ബാർ ഓഫ് ടി. സോ പൊസിഷൻ വെക്ടർ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യണം. ഡി ആർ ബൈ ഡി ടി തന്നിട്ടുണ്ട്. അപ്പോൾ ഡി ആർ ബൈ ഡി ടിയിൽ നിന്ന് പൊസിഷൻ ആർ ബാർ ഫൈൻഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇതിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക, എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യണം. ഇവിടെ ഇതൊരു ഫസ്റ്റ് ഓർഡർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയതുകൊണ്ട് ഒരു ഇനീഷ്യൽ കണ്ടീഷനും കൂടി തന്നിട്ടുണ്ട്. അതായത് ടിക്ക് 0 ആകുമ്പം ആർ ബാറിൻ്റെ വാല്യൂ 2 I cap പ്ലസ് കെ ക്യാപ് എന്ന്. അതായത് ഈ വാല്യൂ എന്ന് പറയുന്നത് ആർ ബാർ ഓഫ് 0 ഈക്വൽ ടു 2 I cap പ്ലസ് കെ ക്യാപ്. സോ നേരത്തെ ചെയ്ത അതേ രീതിയിലാണ് ഇവിടെയും ചെയ്യുക. സോ ഫസ്റ്റ് തന്നിരിക്കുന്ന കാര്യങ്ങളൊന്നും എഴുതാം. ദ വെലോസിറ്റി ഓഫ് ദ പാർട്ടിക്കിൾ ഈസ് dr bar by dt is equal to cos t I cap minus sin t j cap plus k cap. So this is our velocity. dr bar by dt is equal to cos t I cap minus sin t j cap plus k cap. Integrating both sides of the differential equation with respect to t, we get. ഇനി ഇവിടെ രണ്ട് സൈഡിൽ നമ്മൾ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും, dr bar by dt രണ്ട് സൈഡിൽ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ ഡി ആർ ബാർ ബൈ ഡി ടിയെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു ടി ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ വി ഗെറ്റ് ആർ ബാർ ഓഫ് ടി. ആൻഡ് റൈറ്റ് സൈഡിനെ ഇൻറ്റിഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇൻറ്റഗ്രൽ കോസ് ടി ഐ ക്യാപ് മൈനസ് സൈൻ ടി ജെ ക്യാപ് പ്ലസ് കെ ക്യാപ് ഡി ടി. നൗ ദിസ് ഈസ് എ വെക്റ്റർ ഫംഗ്ഷൻ. ഇതിനെ നമുക്ക് ഇൻറ്റിഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് ഓരോ കൊഫീഷ്യൻറ്റും ഇൻറ്റിഗ്രേറ്റ് ചെയ്യണം. ഇൻറ്റഗ്രൽ കോസ് ടി ഡി ടി ഐ ക്യാപ് പ്ലസ് ഇൻറ്റഗ്രൽ മൈനസ് സൈൻ ടി ഡി ടി ജെ ക്യാപ് പ്ലസ് ഇൻറ്റഗ്രൽ 1 ഡി ടി കെ ക്യാപ്. So integral cos t is sin t plus c1 I cap. Integral minus sin t എന്ന് പറയുമ്പം the value is cos t plus c2 j cap. നമുക്കറിയാം നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതൊരു ഇൻഡെഫിനിറ്റ് ഇൻറ്റഗ്രൽ ആകുമ്പോൾ നമ്മളെപ്പോഴും ഇൻറ്റിഗ്രേറ്റ് ചെയ്തിട്ട് ഒരു കോൺസ്റ്റൻറ്റ് കൂടെ ആഡ് ചെയ്യും. ഇൻറ്റഗ്രൽ 1 ഡി ടി is t plus c3 k cap. So we get first terms add ചെയ്യുമ്പോൾ എന്നിട്ട് sin t I cap plus cos t j cap plus t k cap plus c1 I cap plus c2 j cap plus c3 k cap.
അതാണ് നമ്മുടെ ക്യാപിറ്റൽ സി. സി ഈസ് ഈക്വൽ ടു C1 i cap plus C2 j cap plus C3 k cap. Now, to evaluate, നമുക്ക് ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂ നമുക്ക് കിട്ടി. അതാണ് ഇത്. ദിസ് ഈസ് അവർ വാല്യൂ ഓഫ് ആർ ബാർ ഓഫ് ടി. ഇവിടെ ഈ ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂ കംപ്ലീറ്റ് ആവണമെങ്കിൽ നമുക്ക് ഈ കോൺസ്റ്റന്റ് എന്താണെന്നോട് ഐഡന്റിഫൈ ചെയ്യണം, എന്നാലേ അത് കംപ്ലീറ്റ് ആകത്തുള്ളൂ. സോ കോൺസ്റ്റന്റ് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് നമ്മൾ വിൽ ബി യൂസിങ് അവർ ഇനീഷ്യൽ വാല്യൂ. സോ our initial condition is r bar of t equal to 2 i cap plus k cap when t equal to 0. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് ഇങ്ങനെ എഴുതാം, r bar of 0 is equal to 2 i cap plus k cap. ഇനിയും നമ്മൾ ഫൈൻഡ് ചെയ്തേക്കുന്ന r bar of tയിൽ ടിയുടെ വാല്യൂ 0 പുട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? r bar of 0 is equal to, ഇപ്പൊ തന്നിരിക്കുന്ന കണ്ടീഷൻ r bar of 0 equal to 2 i cap plus k cap. ആർ ബാർ ഓഫ് 0 എന്ന് പറയുമ്പോൾ നമ്മൾ ഫൈൻഡ് ചെയ്ത ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂവിൽ ടിക്ക് 0 പുട്ട് ചെയ്യുമ്പോൾ കിട്ടും സൈൻ 0 i cap പ്ലസ്, അതായത് തൊട്ട് മുന്നേ നമ്മൾ ആർ ബാർ ഓഫ് ടിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്തിട്ടുണ്ട്. അവിടെ ടി വി ആർ ഗോയിങ് ടു പുട്ട് ദ വാല്യൂ ഓഫ് ടി ആസ്, ഇൻ ദിസ് യു വിൽ ബി പുട്ടിംഗ് ടി ഈക്വൽ ടു 0. സോ സൈൻ 0 i cap പ്ലസ് കോസ് 0 j cap പ്ലസ് 0 k cap എന്ന് കിട്ടും, പ്ലസ് കോൺസ്റ്റന്റ് സി is equal to 2 i cap plus k cap. അപ്പോൾ സൈൻ 0 എന്ന് പറയുമ്പോൾ 0 ആണ്, കോസ് 0 is 1. സോ ജെ പ്ലസ് 0 പ്ലസ് സി, അതായത് ജെ പ്ലസ് സി is equal to 2 i cap plus k cap. ഇനി സിയുടെ വാല്യൂ ഫൈൻഡ് ചെയ്യണമെങ്കിൽ ജെനെ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് എടുക്കണം. സോ യു ഗെറ്റ് സി is equal to 2 i cap minus j plus k cap. Now the particle's position vector at any time t is, സോ സിയുടെ വാല്യൂ നമ്മൾ ഫൈൻഡ് ചെയ്തു. നമുക്കിനി ആർ ബാർ ഓഫ് ടി ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സോ ആർ ബാർ ഓഫ് ടി ഈക്വൽ ടു സൈൻ ടി ഐ ക്യാപ് പ്ലസ് കോസ് ടി ജെ ക്യാപ് പ്ലസ് ടി കെ ക്യാപ് പ്ലസ് 2 i cap മൈനസ് ജെ ക്യാപ് പ്ലസ് കെ ക്യാപ്. സോ ഐ ക്യാപ്പിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ എന്താണ്? വാട്ട് ഈസ് ദ കൊഫിഷ്യന്റ് ഓഫ് ഐ ക്യാപ്? 2 സൈൻ ടി പ്ലസ് 2. ഐ ക്യാപ്പിന്റെ ടേംസ് ഒരുമിച്ച് എഴുതുമ്പോൾ എന്ത് കിട്ടും? സൈൻ ടി പ്ലസ് 2 ഐ ക്യാപ് പ്ലസ് കോസ് ടി മൈനസ് 1 j cap t plus 1 k cap. Okay, so this is our value. So ഈ ഒരു സെയിം പാറ്റേണിലാണ് നമ്മുടെ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കിടക്കുന്നത്. ആഫ്റ്റർ വാച്ചിങ് ദിസ് യു ഹാവ് ടു ഡു യുവർ എക്സസൈസ് ക്വസ്റ്റ്യൻ ആസ് ഹോം വർക്ക്. നിങ്ങളെല്ലാവരും ഞാൻ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടതെന്നുള്ളത് മാർക്ക് ചെയ്യാം. നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്യുക ഗൂഗിൾ ക്ലാസ് റൂമിൽ.